അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നമ്മുടെ വെറ്റില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം വെച്ചിട്ടൊരു എന്താ പറയുക, ഒരു എളുപ്പ പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ നല്ല എന്താ പറയുന്നത്, ടേസ്റ്റ് ഉള്ളൊരു വയറിനൊക്കെ നല്ലതാണ് വെറ്റിലേക്ക്. അതെ, വെറ്റില ഒരു ഔഷധ ഗുണമൊക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ 3 വെറ്റില, 3ന്റെ ആവശ്യമില്ല, നാടൻ വെറ്റില എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ നമ്മുടെ എന്താ സുഗന്ധ മുറുക്കാനൊക്കെ എടുക്കുന്ന വെറ്റില ഉണ്ടല്ലോ, അതേ കൊള്ളത്തില്ല, സാധാരണ നാടൻ വെറ്റില വേണം. അപ്പൊ നമ്മളത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കലാപരിപാടി നമുക്കുണ്ട്. ഇവിടെ ഈ വെറ്റില കൃഷി ഒത്തിരി ഇടത്തുണ്ട്. അപ്പൊ നമ്മള് അത് കാരണം വെറ്റില ഇവിടെ കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇഷ്ടംപോലെ വെറ്റില കൃഷിയുണ്ട്. അപ്പൊ നമുക്ക് അതിനൊക്കെ സ്വല്പം എണ്ണ ഒഴിച്ചിട്ട് നമ്മള് സ്റ്റൗ ഓൾറെഡി കത്തിച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയാണ്. ചെറിയൊരു ചീനച്ചട്ടിയുടെ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മള് ഇതിലേക്ക് തൂരപ്പരിപ്പ് അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം. ഒരു പിടിയുണ്ട് സാധനം. തൂരപ്പരിപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഉഴുന്ന് പരിപ്പോ ഒക്കെ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ കടലപ്പരിപ്പില്ലേ, കടലപ്പരിപ്പാണെങ്കിലും എടുത്താൽ മതി. അപ്പൊ നമ്മൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതൊന്ന് അത് തന്നെ. അപ്പൊ നമ്മളിതൊന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി അതിന്റെ വെള്ളമൊക്കെ വാർന്ന് എടുത്തിട്ടുണ്ട്. കടയിലൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് പാക്കറ്റിലാണെങ്കിലും അഴുക്കാണ് സാധ്യത. അപ്പൊ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ ഇനി ഇതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിനൊരു 2 മിനിറ്റ് വേണം. അപ്പൊ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. സ്വല്പം എണ്ണ ഒഴിച്ച് റോസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു സ്വല്പം എണ്ണ ഒഴിച്ച് ചെയ്യുന്നതാണ്. അതെ, വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ലതാണ്. അപ്പൊ ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പൊ നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഇങ്ങോട്ട് കോരി മാറ്റാവേ. അപ്പൊ നമ്മളെ വേറെ 2-3 സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഈ എണ്ണയെ തന്നെ വറുത്തെടുക്കാറുണ്ട്. നമ്മുടെ വറ്റൽമുളകാണ്. അപ്പൊ നമ്മള് ഈ നമ്മുടെ വെറ്റിലേക്ക് അത്യാവശ്യം ഒരു ചെറിയ എരിയുണ്ടല്ലോ. അപ്പൊ അത് കാരണമാണ് നമ്മൾ കുറച്ച് വറ്റൽമുളക് എടുത്താൽ മതി. അതെ, ഓൾറെഡി ഈ സാധനത്തിൽ ഒരു ചെറിയ എരിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അധികം ഇത് വേണം. അപ്പൊ ഇതൊന്ന് കോരി മാറ്റിക്കോട്ടെ. അപ്പോഴേ നമ്മുടെ പരിപ്പ് അവിടെ തണുക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ മുളക് ഇട്ട് കൊടുക്കാം, വറ്റൽമുളക്. അപ്പൊ ഓൾറെഡി നമ്മുടെ എണ്ണയ്ക്ക് ചൂടുണ്ട്. അപ്പൊ നമ്മള് സ്റ്റൗ നിർത്തിയാലും ഉണ്ടല്ലോ, ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് സ്റ്റൗ അങ്ങ് നിർത്തിയേക്കാം. എണ്ണ നല്ല ചൂടായിട്ട് അതെല്ലാം റെഡി ആയിട്ടുണ്ട് സംഭവം. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ തേങ്ങയില്ലേ, അപ്പൊ ഇത് ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതെ, നല്ല വിളഞ്ഞ തേങ്ങ എടുക്കണം. നല്ല അതിന്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് സാധനം. ഇത് ഒത്തിരി അങ്ങ് മൂപ്പിക്കണ്ട, ബ്രൗൺ നിറമൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആ ഒരു പച്ചപ്പ് ഒന്ന് മാറി കിട്ടും. അത്ര അപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. ഒരു 2 കറിവേപ്പില മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ട്. അതെ, അതൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ തേങ്ങ ഏകദേശം ഒരു പകുതി ഇതായിട്ടുണ്ട്. അപ്പൊ ആ സമയത്തുണ്ടല്ലോ നമ്മളിത് കുറച്ച് ഇഞ്ചി, ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയുടെ ആവശ്യമുള്ള. അപ്പൊ അത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. അതിലൂടെ ഈ തേങ്ങയും ഇഞ്ചിയും ഒന്നും ഒത്തിരി അങ്ങ് മൂത്ത് വരേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് ഒരു അതിന്റെ ഒരു ചെറിയൊരു മൂത്ത് വരുമ്പോ തന്നെ ഉണ്ടല്ലോ അതിനൊരു മണം രുചിയൊക്കെ കൂടും. അപ്പൊ ആ ഒരു പരുവത്തിൽ മതി. അപ്പൊ നമുക്ക് സ്റ്റവ് ഒന്ന് നിർത്താവേ. നമ്മുടെ വറക്കൽ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തണുക്കണം. അപ്പൊ തണുത്ത് ഓൾറെഡി എല്ലാം റെഡിയായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പൊ ഈ തേങ്ങയും കൂടെ ഒന്ന് കോരി എടുത്ത് വെക്കാം. അപ്പൊ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തണുക്കണേ. തണുത്തിട്ട് വേണം ഇനി ബാക്കി പരിപാടികൾ ചെയ്യാനായിട്ട്. നല്ല ഒരു മണം. അതെ, തേങ്ങ ചെറുതായിട്ടൊന്ന് വറുത്ത് അത് നമ്മുടെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോ ഉണ്ടല്ലോ മണം അടിപൊളി. നമ്മുടെ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പൊ നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം നല്ല തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെറ്റിലയില്ലേ, വെറ്റിലയുടെ മുറുക്കാനൊക്കെ എടുക്കുന്നത് പോലെ ഇങ്ങനത്തെ ഈ ഞെട്ടങ്ങ് നമുക്കങ്ങ് കളയണം. ഞെട്ടം കളയാൻ ഇത് ഈ തുമ്പ് വന്നിട്ട് എടുത്ത് കളയുക. അത് എപ്പോഴും നമ്മൾ ആ ശാസ്ത്രീയമായ രീതി തന്നെ വേണം ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് പണ്ട് അപ്പൂപ്പന്മാരൊക്കെ ഇങ്ങനെ ഒട്ടിക്കുന്ന പരിപാടി ഉണ്ട്. അപ്പൊ ഇത് നമ്മള് ഇനി ചെറുതായിട്ട് മുറിച്ചിട്ട് നമുക്ക് നമ്മുടെ ജാറിലേക്ക് ഇട്ടു. ഇനി നമ്മള് ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമാങ്ങ പുളിക്ക് ആവശ്യമുള്ള പച്ചമാങ്ങ. അപ്പൊ അത്യാവശ്യം നല്ല പുളിയും ഉണ്ട്. അപ്പൊ ഇനി ഈ നമ്മുടെ സാധനങ്ങൾ അപ്പൊ ഈ മുളക് ഒന്ന് മുറിച്ചിട്ട് മുറിച്ച് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നല്ലതായിട്ട് മുരിഞ്ഞ് കിട്ടിയ സാധനം. അരകല്ലുണ്ടെങ്കിൽ അതേ വെച്ച് അരച്ചെടുക്കുന്നതാണ് ഏറ്റവും സൂപ്പർ. നമുക്കൊരു അരകല്ലിനെ മേടിക്കണം.
വെക്കണം. നമ്മളിവിടെ അരകളൊക്കെ ഇടാനുള്ള ഒരു സൗകര്യം ഇല്ല, അത് ഒന്നാമത്തെ കാര്യം. ഇവിടെ ഈ രാജസ്ഥാനി എന്ന് വരുന്ന ആൾക്കാര് അവർ അരകല് കൊണ്ടുവരുന്നത്, പക്ഷെ നമുക്ക് സൗകര്യം ഈ ഫ്ലാറ്റും വീടും തമ്മിലുള്ള ഒരു അതന്നെ, വീടാണ് എന്ത് സൗകര്യമാണ്. അപ്പൊ ഇനി ഇതുണ്ടല്ലോ, നമുക്ക് ഇതിന്റെ മിക്സിയിൽ ഇട്ടിട്ട് ഇതൊന്ന് നമുക്കൊന്ന് എന്താ പറയുന്നത്, ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ആകണ്ട, ഒരു മീഡിയം രീതിയിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട്, അതെ, ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഉപ്പ് ചേർത്തിട്ട് അരച്ചാലേ അതിന്റെ ടേസ്റ്റ് കറക്റ്റ് ആകത്തുള്ളൂ. എരിയുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, പിന്നെ ഒരു നമ്മളെ വെറ്റിലേക്കൊക്കെ ഉള്ള ഒരു അതന്നെ ഒരു ചെറിയൊരു കുത്തുന്ന എരിയാണ് വെറ്റിലേക്കുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് മാത്രമേ നമ്മുടെ മുളകിടാവേ, കൂടി പോരുത്. അപ്പൊ നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, വെള്ളം ഒഴിക്കാതെ നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊരു പ്ലേറ്റ് ഇടാം. ഒത്തിരി അങ്ങ് അരഞ്ഞും അടിപൊളി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇതിപ്പോ നമ്മുടെ അരകല്ലാണെങ്കിൽ സത്യം പറഞ്ഞാൽ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ആദ്യം ഇടേണ്ട ഒരു കാര്യമില്ല. അതേ തന്നെ വെച്ചിട്ട് നമ്മള് സംഭവം സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ആ അരകല്ലേന്ന് തന്നെ നമ്മളൊരു ഇച്ചിരി ചോറും കൂടി ഇട്ട് ഇളക്കി കഴിക്കണം. അങ്ങനെ കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല, നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാവില്ല. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൈവച്ച് കുഴച്ചെടുക്കാം. അപ്പൊ അതിന് മുമ്പ് നമുക്ക് കണ്ടത് ഇത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ്, നല്ല ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണ. ഒരു 1/2 ടീസ്പൂൺ ഒക്കെ ഒഴിച്ചാൽ മതി, കാരണം നമ്മള് എണ്ണ ഒഴിച്ചാണല്ലോ നമ്മളിത് വറക്കുകയൊക്കെ ചെയ്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇതിന് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ നോക്കണം. ഉപ്പ് കുറവല്ലാണെന്നുണ്ടെങ്കിൽ നമ്മളത് എന്താ പറയുക, ഇങ്ങനെ തിരുമ്പി എടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കിയാൽ ഒന്ന് നോക്കിയാട്ടോ. ഉപ്പ് കുറച്ചും കൂടി സ്വല്പം ഉപ്പും കൂടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ, പിന്നെ കഴിച്ചാൽ മതി. നമ്മളിത് അതെ അരകല്ലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അരകല്ല തന്നെ അരക്കണേ, എന്നാലും നല്ല സംഭവമായിരിക്കും. ഇപ്പൊ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാല്, എരിവ് ചേർക്കുമ്പോഴത്തേക്കും ഈ വെറ്റിലേക്ക് അത്യാവശ്യം എരിവ് ഉള്ളതുകൊണ്ട് മുളക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പണ്ടൊക്കെ ഈ മുറുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അങ്ങനെ മുറുകുമ്പം അതിൻ്റെ എന്തായാലും കുറച്ച് അംശമൊക്കെ നമ്മുടെ വയറ്റിലും പോകും. വെറ്റില അപ്പൊ ഉണ്ടല്ലോ ഭയങ്കര ഔഷധം തരുന്ന ഒരു സംഭവം. അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും വെറ്റില മിക്ക വീടുകളിലും കാണുമല്ലോ, വെറ്റിലൊക്കെ അങ്ങാടിക്കടയിലൊക്കെ കിട്ടുമല്ലോ. നാടൻ വെറ്റില മേടിച്ചിട്ട് ഈ സംഭവം ഒന്ന് ചെയ്ത് നോക്കുക, ഗ്യാരണ്ടിയാണ്. ഇത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരം ചെയ്യും സംഭവം. ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ഇച്ചിരി മെനക്കേട് മാത്രമേ ഉള്ളൂ, അത് കഴിയുമ്പോൾ ശീലമായി. നല്ല അടിപൊളി സാധനമാണ്. നല്ല ചൂട് ചോറും ഇതും കൂടെ ഉണ്ടെങ്കിൽ അറിയത്തില്ല, കലം കാലിയാകുന്നത്. അടിപൊളി സാധനം. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായവും നിർദ്ദേശമൊക്കെ ഒന്ന് പറയുക. ഇനി ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇതിലും വ്യത്യസ്തമായിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അവര് ചെയ്യട്ടെ. അപ്പൊ അടുത്തുള്ള ആ ബെല്ലും ഇതൊക്കെ ഉണ്ടല്ലോ, ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day.